Hi all, welcome to our new class. Today let us discuss about first law of thermodynamics. Thermodynamics first law ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First law of thermodynamics states that energy can neither be created nor be destroyed, although it may be converted from one form to another. That means energy can neither be created or nor be destroyed. Energy നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കില്ല, ഡെസ്ട്രോയ് ചെയ്യാനും സാധിക്കില്ല. But we can convert energy from one form to another. എനർജിയെ ക്രിയേറ്റ് ചെയ്യാനോ ഡെസ്ട്രോയ് ചെയ്യാനോ സാധിക്കില്ല. എനർജി ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനേ സാധിക്കുള്ളൂ. So the first law of thermodynamics, also known as the law of conservation of energy. The law of conservation of energy. In other words, whenever a quantity of one form of energy is produced, an exactly equivalent amount of other kinds must be disappear. അപ്പോൾ ഈ ഒരു മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എ ക്വാണ്ടിറ്റി ഓഫ് വൺ ഫോം ഓഫ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്, അതായത് ഒരു ഫോം ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആൻ എക്സാക്ട്ലി ഇക്വിവാലൻ്റ് എമൗണ്ട് ഓഫ് അതർ കൈൻഡ്സ് മസ്റ്റ് ഡിസപ്പിയർ. മറ്റൊരു രീതിയിൽ അത്രയും തന്നെ എമൗണ്ട് എനർജി ഡിസപ്പിയർ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, whenever a quantity of one form of energy is produced, an exactly equivalent amount of other kinds must disappear. വൺ ഫോം എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ഇക്വിവാലൻ്റ് എമൗണ്ടിൽ തന്നെ എനർജി മറ്റൊരു ഫോമിൽ ഡിസപ്പിയർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാറ്ററിയുടെ കേസാണെങ്കിൽ ബാറ്ററിയിൽ എന്താണ്, കെമിക്കലാണ് അല്ലേ, കെമിക്കൽ എനർജിയാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ബാറ്ററി യൂസ് ചെയ്യുന്ന ഡിവൈസിനനുസരിച്ച് അവിടെ എനർജി എന്ത് ചെയ്യും, ദാറ്റ് കെമിക്കൽ എനർജി മേ കൺവേർട്ട് ഇൻ ടു ലൈറ്റ് എനർജി, മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി, ഹീറ്റ് എനർജി. ഓക്കെ, സോ എനർജിയെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡെസ്ട്രോയ് ചെയ്യാനോ സാധിക്കില്ല. ബട്ട് വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ഫ്രം വൺ ഫോം ടു അനദർ. അതിനെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് ദിസ് മീൻസ് ദാറ്റ് if a change in the energy of the system occurs in a process, the change is exactly compensated by a change in the energy of the surroundings. അതായത് ഒരു സിസ്റ്റത്തിൽ എനി കൈൻഡ് ഓഫ് എനർജി ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ അതേ എനർജി ചേഞ്ച് സറൗണ്ടിങ്സിലും ഉണ്ടായിരിക്കും. ഓക്കെ, അതേ ഒരു എനർജി ചേഞ്ച് സറൗണ്ടിങ്സിലും ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് സിസ്റ്റത്തിലെ എനർജിയും സറൗണ്ടിങ്സിലെ എനർജിയും ഓൾവേസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ സിസ്റ്റത്തിലൊരു എനർജി ചേഞ്ച് ഉണ്ടെങ്കിൽ അതേ രീതിയിൽ ഒരു എനർജി ചേഞ്ച് സറൗണ്ടിങ്സിലും ഉണ്ടായിരിക്കും. സോ ഫസ്റ്റ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ എന്തൊക്കെയാണ് മെത്തേഡ്സ്. ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ അതിൽ ഹീറ്റ് ആഡ് ചെയ്യുക, ദെൻ ആ സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യുക. ഓക്കെ, ഒരു സിസ്റ്റത്തിൽ ഹീറ്റ് ആഡ് ചെയ്യുമ്പോഴും ആ സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യുമ്പോഴും ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. എനർജി ചേഞ്ചസ് ആർ മാനിഫെസ്റ്റഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക്. അതുകൊണ്ട് തന്നെ ഡെൽറ്റ യു മീൻസ് ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, ദാറ്റ്സ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ദിസ് ഈസ് ദ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റ് ആഡഡ് ടു ദി സിസ്റ്റം. ഡബ്ല്യു ഇസ് വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം, സിസ്റ്റത്തിലേക്ക് ചെയ്യുന്ന വർക്ക്. ദാറ്റ് ഈസ് വൈ ഹിയർ പ്ലസ് സൈൻ. ഓക്കെ, it has also been experimentally observed that if a system is completely isolated from its surroundings, its internal energy does not change. സോ എക്സ്പെരിമെൻറ്റിൽ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിനെ സറൗണ്ടിങ്സിൽ നിന്നും കംപ്ലീറ്റ്ലി ഐസോലേറ്റഡ് ആയാൽ, ഒരു സിസ്റ്റം സറൗണ്ടിങ്സുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, സിസ്റ്റം എന്താണ്, കംപ്ലീറ്റ്ലി ഐസോലേറ്റഡ് ആണ് ഫ്രം സറൗണ്ടിങ്സ്. സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ലാതെ സിസ്റ്റത്തിന് നമ്മൾ സറൗണ്ടിങ്സിൽ നിന്നും കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യില്ല. സോ വി ക്യാൻ ഓൾസോ സേ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആസ് ദ ഇൻറ്റേർണൽ എനർജി ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റൻറ്റ്. ഇത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് ഈ രീതിയിലും എന്ത് ചെയ്യാം, സ്റ്റേറ്റ് ചെയ്യാം. അതായത് the internal energy of an isolated system is constant. ഒരു ഐസോലേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു ഐസോലേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. This is another way of stating
first law of thermodynamics. Okay. Here work is expansion work. The work term W includes pressure volume work, and all other types of work ഈസ് എന്താണ് മറ്റു ടൈപ്പ് വർക്കിന് നമ്മൾ എന്ത് പറയുന്നു, നോൺ എക്സ്പാൻഷൻ വർക്ക് എന്നാണ് പറഞ്ഞത്. ഇവിടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഡബ്ല്യു എന്ന ടേം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രഷർ വോളിയം വർക്കാണ്. പ്രഷർ വോളിയം വർക്ക് ഇറ്റ്സ് നോൺ ആസ് എക്സ്പാൻഷൻ വർക്ക്. ഓക്കെ, പ്രഷർ വോളിയം വർക്ക് ഈസ് നോൺ ആസ് എക്സ്പാൻഷൻ വർക്ക്. അപ്പോൾ പ്രഷർ വോളിയം വർക്ക് അല്ലാത്ത മറ്റ് ടൈപ്പ് വർക്കിനെല്ലാം നോൺ എക്സ്പാൻഷൻ വർക്ക് എന്നാണ് പറയുന്നത്. ഹിയർ ഡബ്ല്യു ഇൻക്ലൂഡ്സ് pressure volume work, and other types of work is known as non-expansion work. Okay, then by convention W is positive when work is done on the system. നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതായത് സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ വർക്ക് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. W is negative when work is done by the system. സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ W എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. Q is positive when heat is added to the system. ഒരു സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. Q is negative when heat is lost by the system. സിസ്റ്റം ലോസ് ചെയ്യുന്ന ഹീറ്റിനെ നമ്മൾ നെഗറ്റീവ് സൈൻ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. For a process involving only pressure volume work, then work is equal to minus P into delta V. അതായത് ഒരു പ്രോസസ്സിൽ പ്രഷർ വോളിയം വർക്കാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെങ്കിൽ വർക്കിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മൈനസ് പി ഇൻറ്റു ഡെൽറ്റ വി ആയിരിക്കും. പ്രഷർ വോളിയം വർക്ക് മീൻസ് ഒരു പ്രോസസ്സിൽ പ്രഷർ വോളിയം ചേഞ്ച് സംഭവിക്കുന്നത്. ആ പ്രോസസ്സിൽ അതായത് വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് എന്താണ്, ആസ് എ റിസൾട്ട് ഓഫ് ദിസ് വർക്ക് ദർ റിക്വസ്റ്റ് ചേഞ്ച് ഇൻ പ്രഷർ ആൻഡ് വോളിയം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് വരും, എന്തുകൊണ്ട് ഇവിടെ ഈ പ്രഷർ വോളിയം വർക്കിൽ വർക്ക് ഇസ് ഈക്വൽ ടു മൈനസ് പി ഇൻറ്റു ഡെൽറ്റ വി വന്നു. സോ അതെന്താണ് അങ്ങനെ വന്നത്? So let's see. Consider this system. Here this is the piston and gas is enclosed in this system. Here weight is placed above the cylinder. Okay, above the piston. Okay, അപ്പോൾ ഇവിടെ എന്താണ്, പിസ്റ്റണിന് മുകളിൽ വെയിറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഈ കണ്ടെയ്നറിനകത്ത് ഗ്യാസ് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ഇനിഷ്യലി ഇവിടെ ഈ കണ്ടെയ്നറിനകത്ത് 50 ആയിരുന്നു പ്രഷർ. ഈ വാല്യൂസ് ഒക്കെ ഞാൻ വെറുതെ പറയുന്ന വാല്യൂസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു വാല്യൂ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഹിയർ ഇൻസൈഡ് 50 ആണ്, അപ്പോൾ ഔട്ട് സൈഡ് 50 ആയിരിക്കും. ഇനി ഇതിൽ ഒരു വെയിറ്റ് നമ്മളെടുത്ത് മാറ്റുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഈ പിസ്റ്റൺ എന്ത് ചെയ്യും, കുറച്ച് മുകളിലേക്ക് ഉയരും. ഓക്കെ, പിസ്റ്റൺ മുകളിലേക്ക് ഉയരുമ്പം പുറത്ത് പ്രഷർ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യും. അതായത് ഇവിടെ എന്താണ്, ഈ അകത്തെ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പിസ്റ്റണിലേക്ക് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾസോ നോൺ ആസ്, ഈ ഗ്യാസിൻ്റെ പ്രഷറിന് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയാം. ഇതിനകത്തുള്ള ഗ്യാസ് ഈ പിസ്റ്റണിലോട്ടേക്ക് പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ പുറത്തുള്ള ഈ വെയിറ്റ് ഉണ്ടല്ലോ, അതും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടേക്കൊരു പ്രഷർ, അത് നമുക്ക് പി എക്സ്റ്റേണൽ എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു വെയിറ്റ് എടുത്ത് മാറ്റുമ്പം ഈ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, കുറച്ച് മുകളിലേക്ക് മൂവ് ചെയ്യും. സോ പുറത്തെ പ്രഷർ എന്ത് ചെയ്യുന്നു, കുറയും. സോ പക്ഷേ അകത്തും എന്ത് ചെയ്യണം, കുറയണം. അപ്പോൾ രണ്ട് ഭാഗത്തും ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെ കുറയാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ വോളിയം ഇൻക്രീസ് ചെയ്ത് പ്രഷർ കുറയും. ഓക്കെ, വോളിയം ഇൻക്രീസ് ചെയ്ത് പ്രഷർ കുറയാണ് ചെയ്യുക. കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഡയഗ്രാം നമുക്ക് ഇങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇത് എന്താണ്, പിസ്റ്റണിൻ്റെ ഇനിഷ്യൽ പൊസിഷനാണ്. ഇതെന്താണ്, പിസ്റ്റൺ മൂവ് ചെയ്തതിന് ശേഷമുള്ള പിസ്റ്റണിൻ്റെ പൊസിഷൻ. ഓക്കെ, സോ വർക്ക് എന്താണ്, മൈനസ് ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്ന കാര്യമാണ്. ഇവിടെ എന്താണ് നെഗറ്റീവ് സൈൻ കൊടുത്തത്, ഇവിടെ എന്താണ്, ഗ്യാസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഗ്യാസ് ഇവിടെ എക്സ്പാൻഡ് ചെയ്യാണല്ലോ, അപ്പോൾ ഗ്യാസ് ആണ് ഇവിടെ എന്തെന്ന് വർക്ക് ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ മൈനസ് കൊടുത്തു, മൈനസ് ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇവിടെ എന്താണ്, ഫോഴ്സ് പറയുമ്പോൾ നമുക്കിവിടെ ഓപ്പോസിങ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താണ് ഈ ഫോഴ്സ് എന്ന് പറഞ്ഞത്, ഇവിടുത്തെ ഓപ്പോസിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന പ്രഷറിനെയാണ് ഫോഴ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന പ്രഷറിനെയാണ് ഫോഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പിസ്റ്റണിൻ്റെ കംപ്ലീറ്റ് ഏരിയ എന്ന് പറഞ്ഞത് എ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. പ്രഷർ എന്താണ്, പി എക്സ്റ്റേണൽ. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് സൈൻ അതുപോലെ തന്നെ P
പി എക്സ്റ്റേണൽ ഇൻറ്റു ഏരിയ, ദാറ്റ് ഈസ് ഈ പി എക്സ്റ്റേണൽ ഇൻറ്റു ഏരിയ ആണ് എന്ത് ഫോഴ്സ്, അതായത് പിന്നെ യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന പ്രഷറിനെയാണ് ഫോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പിസ്റ്റണിൽ ഒരു പാർട്ടിക്കിൾ മാത്രമാണോ മുകളിലേക്ക് പോകുന്നത്? അല്ല, ഈ പിസ്റ്റൺ കംപ്ലീറ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. ഇത് ഇനിഷ്യൽ പൊസിഷനാണ് കാണിച്ചിരിക്കുന്നത്, ഇത് പിസ്റ്റൺ മൂവ് ചെയ്ത ശേഷമുള്ളത്. അപ്പോൾ ഇവിടെ അനുഭവപ്പെട്ട എത്രത്തോളം ഫോഴ്സ് ഇവിടെ അനുഭവപ്പെട്ടു, അതായത് ഇവിടെ ഒരു ഓപ്പോസിങ് ഫോഴ്സ് ഇവിടെ എക്സേർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഗ്യാസ്, അപ്പോൾ അത് എത്രത്തോളം ഉണ്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അപ്പോൾ ഈ കംപ്ലീറ്റ് പിസ്റ്റൻ്റെ ഏരിയ ദാറ്റ് ഈസ് എ, ദെൻ എക്സ്റ്റേണൽ പ്രഷർ, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പോസിങ് ഫോഴ്സ് കിട്ടും ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഈ ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞത് വോളിയം ചേഞ്ച് ആണ്. ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വോളിയം ചേഞ്ച് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ എന്ത് വരും, മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. അപ്പോൾ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്താണ്? V2 മൈനസ് V1. ഇനിഷ്യലി വോളിയം V1, ഫൈനൽ വോളിയം V2 മൈനസ് ചെയ്യുന്നതാണ് ഡെൽറ്റ വി എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് ലാസ്റ്റ് വർക്ക് ഈക്വൽ ടു എന്ത് വന്നു? മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു V2 മൈനസ് V1, ദാറ്റ് ഈസ് മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എക്സ്പ്രഷൻ വന്നതെന്ന് മനസ്സിലായല്ലോ. അതായത് ഒരു പ്രോസസ്സിൽ, അതായത് ഒരു വർക്ക് ചെയ്യുമ്പോൾ, അപ്പോൾ ഇവിടെ എന്താണ് ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഈ സിസ്റ്റം വർക്ക് ചെയ്തതിന് ഫലമായിട്ട് ഇവിടെ പ്രഷറിലും വോളിയത്തിലും ചേഞ്ച് വന്നു. ദാറ്റ് ഈസ് പ്രഷർ വോളിയം വർക്ക്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് W ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി എന്ന് വന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. ദെൻ W ഈസ് ഈക്വൽ ടു മൈനസ് പി ഇൻറ്റു ഡെൽറ്റ വി. അപ്പം ഡെൽറ്റ വി ഈസ് എ ചേഞ്ച് ഓഫ് വോളിയം ഇൻവോൾവ് ആൻഡ് പി ഈസ് ദ പ്രഷർ. അപ്പം ഇക്വേഷൻ 1 and 2, ഇക്വേഷൻ 1 എന്തായിരുന്നു? ഇക്വേഷൻ 1 ഈസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q പ്ലസ് W, അതായത് നമ്മുടെ ഫസ്റ്റ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q പ്ലസ് W ആണ് ഇക്വേഷൻ 1. ഇവിടെ നമുക്ക് W എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? മൈനസ് പി ഇൻറ്റു ഡെൽറ്റ വി ആണ്. അപ്പം നമ്മൾ Wന് പകരം ഇവിടെ എന്ത് ചെയ്യുന്നു? മൈനസ് പി ഇൻറ്റു ഡെൽറ്റ വി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q പ്ലസ് W ആണ് ഇവിടെ വേണ്ടത്. സോ നമ്മൾ Wന് പകരം എന്ത് കൊടുക്കണം? മൈനസ് പി ഡെൽറ്റ വി കൊടുക്കണം. സോ ദ എക്സ്പ്രഷൻ എന്താകും? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q പ്ലസ് W. അപ്പോൾ Wന് പകരം മൈനസ് പി ഡെൽറ്റ വി, Q മൈനസ് പി ഡെൽറ്റ വി എന്നായിട്ട് മാറും. ഓക്കെ, പ്ലസും മൈനസും മൈനസ് ആകും. Q മൈനസ് പി ഡെൽറ്റ വി. വെൻ ദിസ് പ്രോസസ് ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, ഇനി ഈ പ്രോസസ്സ് കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് നടക്കുന്നതെങ്കിലോ, അതായത് ഡെൽറ്റ വി എന്ന് പറയുന്നത് 0 ആണ്, വോളിയം ചേഞ്ച് ഇല്ല, വോളിയം ചേഞ്ച് സംഭവിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്താകും? വർക്കും 0 ആയിരിക്കും. അതായത് ഈ ഒരു ഡെൽറ്റ വി എന്നൊരു ടേം 0 ആണ്. അപ്പോൾ എന്താണ്? പി ഇൻറ്റു ഡെൽറ്റ വി എന്തായിരിക്കും? ആ ഒരു കംപ്ലീറ്റ് ടേം മൈനസ് പി ഇൻറ്റു ഡെൽറ്റ വി എന്നൊരു കംപ്ലീറ്റ് ടേമും 0 ആയി പോകും. സോ അപ്പോൾ വർക്ക് എന്താണ്? 0 ആണ്, വർക്കില്ല, വർക്ക് 0 ആയിരിക്കും. സോ ഇഫ് QV represents the heat absorbed or evolved by the system under such a condition, it follows from equation 3 that delta U is equal to QV. അതായത് ഈ ഒരു മൈനസ് പി ഡെൽറ്റ വി എന്നൊരു ടേം 0 ആയി പോയാൽ ബാക്കി ആരുള്ളത്? Q മാത്രമേ ഉള്ളൂ. അതെ, Q മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു QV എന്ന് എഴുതാം, അതായത് കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുന്ന പ്രോസസ്സ്. ഓക്കെ, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു QV എന്ന് കൊടുക്കാം. ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു QV. ദാറ്റ് ഈസ് ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഇവോൾവ്ഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അതായത് ഒരു കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വോളിയം 0 ആണ്. ചേഞ്ച് ഇൻ വോളിയം 0 ആകുമ്പോൾ വർക്കും എന്തായി മാറും? വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഇൻറ്റു ഡെൽറ്റ വി ആണ്. അപ്പോൾ ഡെൽറ്റ വി 0 ആകുമ്പോൾ പി ഇൻറ്റു ഡെൽറ്റ വിയും 0 ആയിരിക്കും. സോ വർക്ക് ഇസ് ഈക്വൽ ടു ഇന്റേണൽ എനർജി ഇസ് ഈക്വൽ ടു QV എന്ന് വരും. എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുന്ന പ്രോസസ്സിലെ ഇന്റേണൽ എനർജി ചേഞ്ച് എന്തിന് ഈക്വൽ ആണ്? ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഇവോൾവ്ഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലംസ് നോക്കാം. A system absorbs 6 kilojoule of heat and performs 3000 joule of work. Calculate the internal energy change produced. അത് ഡെൽറ്റ യു ഇന്റേണൽ എനർജി ചേഞ്ച് ഇസ് ഈക്വൽ ടു Q പ്ലസ് W ആണെന്നറിയാം. ഇവിടെ Q എന്താണ്? 6 കിലോ ജൂൾ ഓഫ് ഹീറ്റ് അല്ലേ? സിസ്റ്റം അബ്സോർബ് ചെയ്യാണ്. സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്താൽ അതിന് Q പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, Q ഇസ് ഈക്വൽ ടു പ്ലസ് 6 കിലോ ജൂൾ. സോ നമ്മൾ അതിന് മുൻപ് ഈ കിലോ ജൂൾ അതിന് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? 6000 ജൂൾ എന്ന് മാറും. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1 കിലോ ജൂൾ ഇസ് ഈക്വൽ ടു 1000 ജൂൾ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ കിലോ ജൂളിലാണ് തന്നത്, ഹീറ്റ് കിലോ ജൂളിലും വർക്ക് ജൂളിലാണ് തന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യണം?
കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ കിലോ ജൂൾ 1 കിലോ ജൂൾ എന്ന് പറഞ്ഞത് 1000 ജൂളാണ്. സോ ഇവിടെ 6 കിലോ ജൂളിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഇൻറ്റു 1000 ചെയ്യുക. ഓക്കെ, ഇൻറ്റു 1000 ചെയ്യും. അതായത് 1 കിലോ ജൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് 1000 ജൂളാണ്. ഇവിടെ 6 കിലോ ജൂൾ എത്ര ജൂളാണ്? 6 × 1000 6000 ജൂൾ. then ഇപ്പോൾ ഡെൽറ്റ യു കണ്ടുപിടിക്കാമല്ലോ. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 6000 ജൂൾ പ്ലസ് മൈനസ് 3000 ജൂൾ. അപ്പോൾ ആൻസർ കിട്ടി. ഓക്കെ, the next, calculate the change in internal energy produced when a gas expands isothermally against a constant external pressure of 1 atm from 10 dm cube to 20 dm cube if it absorbs 650 joule of thermal energy from its surroundings during the process. So എന്താണ് ക്വസ്റ്റ്യൻ? ഐസോതെർമലി ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു എഗെയിൻസ്റ്റ് എ കോൺസ്റ്റൻറ്റ് എക്സ്റ്റേണൽ പ്രഷർ ഓഫ് 1 atm. അതായത് എക്സ്റ്റേണൽ പ്രഷർ 1 atm എന്നൊരു കോൺസ്റ്റൻറ്റ് എക്സ്റ്റേണൽ പ്രഷറിൽ ഗ്യാസ് എന്ത് ചെയ്യുന്നു? ഐസോതെർമലി ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യണം. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആകുന്ന പ്രോസസ്സിനാണ് ഐസോതെർമൽ എന്ന് പറഞ്ഞത്. ഓക്കെ, അതൊക്കെ പഠിച്ച കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഗ്യാസിൻ്റെ ഇനീഷ്യൽ വോളിയം തന്നിരിക്കുന്നു 10 dm ക്യൂബ്. ഓക്കെ, ദെൻ ഫൈനൽ വോളിയം എന്താ? 20 dm ക്യൂബ്. എത്രയാണ് എനർജി അബ്സോർബ് ചെയ്യുന്നത്? തെർമൽ എനർജി എന്ന് പറഞ്ഞത് ഇറ്റ് അബ്സോർബ്സ് 650 ജൂൾ ഓഫ് തെർമൽ എനർജി ഫ്രം ഇറ്റ് സറൗണ്ടിങ്സ്. ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ സിസ്റ്റം സറൗണ്ടിങ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന തെർമൽ എനർജി 650 ജൂളാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റേർണൽ എനർജി ചേഞ്ച് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് കണ്ടുപിടിക്കുന്ന ഇൻറ്റേർണൽ എനർജി ചേഞ്ചിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. സോ ആദ്യം നമ്മൾ ഡബ്ല്യു ആണ് കണ്ടുപിടിക്കുന്നത്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്താണ്? മൈനസ് പി ഇൻറ്റു ഡെൽറ്റ. ഇതൊക്കെ പഠിക്കണം. ഓക്കെ, മൈനസ് പി ഇൻറ്റു V2 മൈനസ് V1. അപ്പം പ്രഷർ 1 atm തന്നത്. ഓക്കെ, അത് നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 1.013 ഇൻറ്റു 10⁵5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1നെ 1.013 ഇൻറ്റു 10⁵5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിനെ atm എന്നുള്ളത് നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദെൻ V1 dm ക്യൂബിൽ, ഇപ്പോൾ dm ക്യൂബിനെ മീറ്റർ ക്യൂബിലേക്ക് മാറ്റണമെങ്കിൽ ഇൻറ്റു 10⁻³ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? 10 × 10⁻³ മീറ്റർ ക്യൂബ് എന്ന് കിട്ടുന്നു. V2 എന്താണ്? അതും dm ക്യൂബിലാണ്. അതിനെ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 20 × 10⁻³ ചെയ്യുക. ഇനി എന്ത് ചെയ്യും? ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1013 ജൂൾ എന്ന് കിട്ടും. സോ നമുക്ക് W കിട്ടി. Q ഓൾറെഡി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 650. ഇനി എന്ത് ഇതിലൊക്കെ അത് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ക്യൂ 650, ഡബ്ല്യു എന്താണ്? മൈനസ് ആണ്. ഓക്കെ, മൈനസ് സൈൻ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? 650 ജൂൾ മൈനസ് 1013 ജൂൾ. അപ്പോൾ സൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. സൈൻ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ആൻസർ കിട്ടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 500 ജൂൾ ഓഫ് ഹീറ്റ് വാസ് സപ്ലൈഡ് ടു എ സിസ്റ്റം അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. സോ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ്. കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ നമ്മൾ പഠിച്ചാണ് എന്താ? ഡെൽറ്റ യു എന്താണ്? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ വി ആണ്. കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ എന്താ സംഭവിക്കുന്നത്? പ്രഷർ വോളിയം വർക്കാണെങ്കിൽ നമുക്കറിയാം വർക്ക് മൈനസ് പി ഡെൽറ്റ വി ആയിരിക്കും. സോ ഡെൽറ്റ യു എന്ന് പറഞ്ഞത് ക്യൂ മൈനസ് പി ഡെൽറ്റ വി ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം ആണെങ്കിൽ ഡെൽറ്റ വി 0 ആയിരിക്കും. അപ്പോൾ വർക്ക് എന്നൊരു ടേമേ ഇവിടെ ഇല്ല. ഓക്കെ, വർക്ക് എന്ന ടേമേ ഉണ്ടാവില്ല. അതായത് ഈ ഡെൽറ്റ വി 0 ആണ്. ഡെൽറ്റ വി 0 ആകുമ്പോൾ എന്താണ്? ക്യൂ മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എന്ത് വരും? 500 ജൂൾ പ്ലസ് 0. ദാറ്റ് ഈസ് ഇവിടെ എന്താണ്? ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് 500 ജൂളാണ്. ഓക്കെ, അതായത് കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ പ്രഷർ വോളിയം വർക്ക് ഉള്ള പ്രോസസ്സിൽ ഈ വർക്ക് നെഗറ്റീവ് ആയിരിക്കും. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. ക്യൂ മൈനസ് പി ഡെൽറ്റ വി എന്ന് വരും. ഇവിടെ ഡെൽറ്റ വി 0 ആകുമ്പോൾ ഈ ഒരു ടേമേ 0 ആയി പോകും. ഓക്കെ, സോ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇപ്പോൾ ഡബ്ല്യുടെ സ്ഥാനത്ത് 0 വരും. സോ ആൻസർ വിൽ ബി 500 ജൂൾ. ഓക്കെ, സോ എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എനർജി ക്രിയേറ്റ് ചെയ്യാനും സാധിക്കില്ല, എനർജിയെ ഡെസ്ട്രോയ് ചെയ്യാനും സാധിക്കില്ല. അതിനെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനേ സാധിക്കുള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ബാറ്ററിയിൽ എന്താണ്? കെമിക്കൽ എനർജി ഉള്ളത്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിനനുസരിച്ച് അത് എന്തായിട്ട് മാറും? അത് ലൈറ്റ് എനർജി, ദെൻ തെർമൽ എനർജി ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എനർജി എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡെസ്ട്രോയ് ചെയ്യാനും സാധിക്കില്ല. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റുവാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ലോയുടെ മാത്തമാറ്റിക്സ്
മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ആ ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, അതിലേക്ക് ഹീറ്റ് കൊടുത്തിട്ടും ആ സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ദാറ്റ് ഈസ് വൈ ഇതെന്താണ് ക്യൂ ആഡഡ് ഹീറ്റ് ആഡഡ് ടു സിസ്റ്റം, ഇതെന്താണ് വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത്. ഈ ഒരു ലോയുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ കൊടുക്കുന്ന ഹീറ്റിനൊക്കെ കംപ്ലീറ്റ് വർക്കാക്കി മാറ്റുന്ന ഒരു ഹീറ്റ് എഞ്ചിൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് എന്താണ്, ദാറ്റ് ഇസ് ഇമ്പോസിബിൾ. അതാണ് ഈ ഒരു ലോയുടെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, there will be disappearance of an equivalent amount of energy. അതായത് ആ ഒരു ഹീറ്റ് എഞ്ചിനിൽ എന്താണ് ഒരു ഇക്വലൻ്റ് എമൗണ്ട് ഓഫ് എനർജി ഡിസപ്പിയർ ചെയ്തിട്ടുണ്ടാകും. കൊടുക്കുന്ന ഹീറ്റ് കംപ്ലീറ്റ് വർക്കാക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, ഒരു ഇക്വലൻ്റ് എമൗണ്ട് ഓഫ് എനർജി ഡിസപ്പിയർ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്, മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ക്വാണ്ടിറ്റി ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി ഇക്വലൻ്റ് ഓഫ് എമൗണ്ട് ഓഫ് അതർ വിൽ ബി ഡിസപ്പിയർ. ഓക്കെ, ഒരു ഫോം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ മറ്റൊരു രീതിയിലും അതേ എമൗണ്ടിൽ എനർജി ഡിസപ്പിയർ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഒരു സിസ്റ്റത്തിൽ ഒരു എനർജി ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പാകത്തിൽ സറൗണ്ടിങ്സിലും ഒരു എനർജി ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടാകും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് മറ്റൊരു രീതിയിലും സ്റ്റേറ്റ് ചെയ്യാം. അതായത് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റൻറ്റ്. അതായത് ഒരു സിസ്റ്റത്തിന് നമ്മൾ സറൗണ്ടിങ്സിനൊന്നും ഐസൊലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലെന്ത് സംഭവിക്കില്ല, ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ മറ്റൊരു രീതിയിൽ സ്റ്റേറ്റ് ചെയ്യാം, ഇൻറ്റേർണൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പം വർക്ക് എന്താണ്, സിസ്റ്റത്തിലേക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവും സിസ്റ്റം ചെയ്യുമ്പോൾ നെഗറ്റീവും, ക്യൂ നമ്മൾ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവും സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ക്യൂ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, പ്രഷർ വോളിയം വർക്ക് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രഷർ വോളിയം വർക്കിൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, -P × ∆V ആണ്. അപ്പോൾ അതെങ്ങനെയാണ് വന്നത്, അതായത് ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് ഒരു ഗ്യാസ് നമ്മൾ എൻക്ലോസ് ചെയ്തിരിക്കുന്നു, അവിടെ ഈ ഗ്യാസ് പ്രഷർ എക്സേർട്ട് ചെയ്യും, അതാണ് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. പിസ്റ്റണാണ്, പിസ്റ്റണിൻ്റെ മുകളിൽ വെയിറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വെയിറ്റ് എടുത്ത് മാറ്റുമ്പം പുറത്ത് പ്രഷർ കുറയും, അകത്തെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആവും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് പ്രഷർ എക്സേർട്ട് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, നമ്മുടെ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, നമ്മുടെ പിസ്റ്റൺ മുകളിലേക്ക് പോകും. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് ഇവിടെ ചെയ്ത വർക്ക് എന്താണ്, ഇവിടെ ഈ വർക്കിൽ പ്രഷർ ചേഞ്ചും വോളിയം ചേഞ്ചും ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ PV ടൈപ്പ് വർക്ക് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടുത്തെ ഫോഴ്സ് എന്താണ്, ഓപ്പോസിങ് ഫോഴ്സ് ആണ്. ഓക്കെ, മൈനസ് സൈൻ എന്തുകൊണ്ടാണ്, ഇവിടെ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഗ്യാസ് ആണല്ലോ എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പോസിങ് ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് എന്ന് പറയുന്നത് യൂണിറ്റ് ഏരിയയിലുള്ള പ്രഷറാണ്, യൂണിറ്റ് ഏരിയ അനുഭവപ്പെടുന്ന പ്രഷറിനെയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു പിസ്റ്റണിലെ ഒരു പാർട്ടിക്കിളാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്, ഇല്ല ഇത് മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട് അല്ലേ, മൊത്തം ഇങ്ങോട്ടേക്ക് മാറുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മൊത്തം ഏരിയ ഇൻറ്റു എക്സ്റ്റേണൽ പ്രഷർ, അതാണ് എന്ത് നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത്, ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയമാണ്. ഓക്കെ, അപ്പോൾ എക്സ്പ്രഷൻ എന്ത് ചെയ്യും, വർക്ക് ഇസ് ഈക്വൽ ടു -P external ഇൻറ്റു ∆V. അതുകൊണ്ടാണ് എന്ത് വന്നത്, ഈ ഒരു എക്സ്പ്രഷൻ ഇവിടെ വന്നേക്കുന്നത്. ഫോർ എ പ്രോസസ് ഇൻവോൾവിങ് ഓൺലി പ്രഷർ വോളിയം ഇവിടെ വർക്ക് എന്ന് പറയുന്നത് -P ∆V ആണ്. ഓക്കെ, അപ്പോൾ ഇനി ∆V എന്ന് പറയുന്നത് വോളിയം ചേഞ്ച് ആണ്, P എന്ന് പറയുന്നത് പ്രഷറാണ്. അപ്പോൾ ∆U is equal to EW, അതായത് മാത്തമാറ്റിക്കൽ ഫോം എന്താണ് ഫസ്റ്റ് ലോയുടെ, ∆U is equal to Q plus W. അതിൽ നമ്മൾ W പകരം ഈ ഒരു ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം Q - P ∆V ആകും. ഓക്കെ, ദെൻ പ്രോസസ്സ് നടക്കുന്നത് കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണെങ്കിൽ ∆V 0 ആകും. സോ P ∆V 0 ആകും. ആ ഒരു വർക്കിൻ്റെ ടേമേ പോകും, ബാക്കി ആരും ഉണ്ടാകുന്നത് Q ആയിരിക്കും. നമുക്ക് QV എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, കാരണം കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് നടക്കുന്നത്. സോ കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് ഒരു പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, ഹീറ്റ് അബ്സോർബ് ഓർ ഇവോൾവ്ഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഓക്കെ, ദെൻ എന്താണ് പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്യുക, ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക. ബാക്കി ടെക്സ്റ്റിൻ്റെ പുറകിലും ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാകും, അതും ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.